നമസ്കാരം. ഞാൻ ഇപ്പോൾ വീഡിയോയിൽ വരുന്നത് നിങ്ങളൊരു അഴിമതിയുടെ ഒരു കാര്യം ചൂണ്ടിക്കാണിക്കാനാണ്. നമ്മുടെ നാട്ടിൽ വലിയ വികസനത്തെ പറ്റിയുള്ള വലിയ ചർച്ചകൾ നടക്കുമ്പോൾ നമ്മുടെ കൺമുന്നിലെ ചില ചെറിയ അഴിമതികൾ നിങ്ങൾക്കിത് കാണാം. നിങ്ങളീ കാണുന്നത് വെയിറ്റിംഗ് ഷെഡാണ്. നോക്കൂ, ഈ വെയിറ്റിംഗ് ഷെഡ് നിർമ്മിച്ചിരിക്കുന്നത് ഇത് ഒരാൾക്ക് ഒരിക്കലും ഇരിക്കാൻ കഴിയില്ല. നോക്കൂ, ഒരാൾ എങ്ങനെ ഇരിക്കുമെന്ന് നിങ്ങൾ പറയും. അതിങ്ങനെ ഇരിക്കാൻ നോക്കുക. അതായത് ഒരുത്തം വന്ന് ഇരിക്കരുത്. അതായത് ഇത്രയും രൂപ മുടക്കി ഒരു സാധനം പണിയുമ്പോൾ ഒരാൾക്ക് ഇരിക്കാനാണ്. നമ്മൾ വെയിറ്റിംഗ് ഷെഡ് എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് വെയിറ്റ് ചെയ്യാനുള്ള സ്ഥലമാണ്. അപ്പോൾ അങ്ങനെ വെയിറ്റിംഗ് ഷെഡ് പണിയുമ്പോൾ ഈ നിലയിൽ പണിയുന്ന വെയിറ്റിംഗ് ഷെഡിന് ഇതിന് മുടക്കിയ തുകയെന്ന് പറയുന്നത് ഏതാണ്ട് 1,12,000 രൂപയാണ്. 1,12,000 രൂപ മുടക്കി ഗണേഷ് കുമാർ MLA പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് നിർമ്മിച്ചതാണ്. ഇനി നമുക്ക് മറ്റൊരു വെയിറ്റിംഗ് ഷെഡ് കാണാം. ഈ വെയിറ്റിംഗ് ഷെഡ് ഇവിടുത്തെ ഓട്ടോറിക്ഷ തൊഴിലാളികളെല്ലാം കൂടെ നിർമ്മിച്ചതാണ്. അപ്പോൾ ഇതിനകത്ത് മുടക്കിയ തുക ഇതിന് എത്ര രൂപയായി മുടക്കി? 17,000 രൂപയ്ക്ക് ഒരു വെയിറ്റിംഗ് ഷെഡാണ് ഇത്. ഇവിടുത്തെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഇതിന് മുടക്കിയത് ഏതാണ്ട് 1,12,000 രൂപ. ഇത് മൊത്തം ടൈലിട്ട് വൃത്തിയാക്കി കൃത്യമായി ആൾക്ക് വന്നിരിക്കാം. കണ്ടില്ലേ? അത്യാവശ്യം ഒരാൾ ക്ഷീണിച്ച് വന്നാൽ ഒന്ന് കിടക്കാം. അപ്പോൾ ആ നിലയിൽ ഒരു നല്ല വെയിറ്റിംഗ് ഷെഡ്. അതിനിപ്പുറത്ത് 1,12,000 രൂപ മുടക്കി ഒരു വെയിറ്റിംഗ് ഷെഡ്. അതിനകത്ത് ഒരാൾക്ക് ഇരിക്കാൻ പറ്റത്തില്ല. ഇവിടുത്തെ ഓട്ടോറിക്ഷ സുഹൃത്തുക്കൾ പറഞ്ഞത് ഇതിൽ പല കുട്ടികളും വന്നിട്ട് ഇവിടെ ഇരുന്നിട്ട് ഈ നമ്മുടെ ഈ ബട്ടക്സ് താഴോട്ടായി പോവും. ഇതിന് അടിയിൽ താഴോട്ടായി പോകും. ഇവിടെ ഇരുന്നിട്ട് ഇതിൻ്റെ അടിയിൽ താഴോട്ടായി പല കുട്ടികളും ഇതിനകത്ത് വന്ന് അറിയാതെ ഇരിക്കും. കാല് മുകളിലോട്ടും തലയും മുകളിലോട്ടായി അപകടാവസ്ഥയിൽപ്പെടുന്ന പല കാര്യങ്ങളുമുണ്ട്. ഞാൻ നമ്മുടെ നാട്ടിലെ പൊതുഫണ്ട് എങ്ങനെയാണ് ദുരുപയോഗം ചെയ്യുന്നത് അല്ലെങ്കിൽ ദൂർത്തടിക്കുന്നത് എന്നതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ്. ഇവിടെ വലിയ വികസനത്തെ പറ്റിയുള്ള വലിയ ചർച്ചകളാണ്. ഇത് പത്തനാപുരം മണ്ഡലത്തിൽ ഇവിടെ മാത്രമല്ല, ചെങ്ങമനാട് ഞാൻ പോകുന്ന പല സ്ഥലങ്ങളിലും ഇത്തരത്തിൽ ഫണ്ട് ദുരുപയോഗം ചെയ്യുന്ന ഒരു അനുഭവമുണ്ട്. ഇത് നിങ്ങളുടെ ഒരു ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി മാത്രമാണ്. ഞാൻ ഏതാണ്ട് ഒരു 4-5 മണ്ഡലങ്ങളിൽ പല കാര്യത്തിനായി യാത്ര ചെയ്യുന്ന ആളാണ്. അവിടെയെല്ലാം അവിടെ ഇരിക്കുന്ന ഇതേപോലെയുള്ള സംഭവമല്ല. അവിടെ കൃത്യമായി നിങ്ങളെ ഞാൻ അതിൻ്റെ ഒരു ഫോട്ടോ കാണിക്കാം, വേറൊരു വീഡിയോ നിങ്ങളെ ഞാൻ ആഡ് ചെയ്ത് കാണിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ നാട്ടിൽ വലിയ വികസനം ഇവിടെ നടപ്പാക്കിയെന്നാണ് പറയുന്നത്. ഇവിടെ MLA കുറിച്ച് പറയുമ്പോൾ ഇവിടെ അദ്ദേഹം വികസനം കാര്യം നിങ്ങൾ നോക്കിയാൽ പോരെ. ഇവിടെ നിങ്ങൾ ഈ കാണുന്ന ഇവിടെ ഒരു സ്കൂളുണ്ട്. സ്കൂളിന് പലവട്ടം ബോർഡ് കൊണ്ടുവച്ചു. പിന്നെ ഏതാണ്ട് 180 അല്ലെങ്കിൽ 170 കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളിൽ, പഴയകാല സ്കൂളാണ്, അതിൻ്റെ പുറത്തുള്ള ഭിത്തിയാണിത്. അവിടെ ഇതുവരെയും ഒരു പുതിയ കെട്ടിടം അനുവദിച്ചില്ല. ഇതാണ് ഇവിടെ വികസനത്തെപ്പറ്റി വലിയ തള്ളുകൾ നടക്കുകയാണ്. ഈ 25 വർഷം പിന്നീട് കാണുന്നതാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. ഇത്തരത്തിലുള്ള വെയിറ്റിംഗ് ഷെഡ് പത്തനാപുരത്തിൻ്റെ വിവിധ മേഖലകളിൽ ഉണ്ട്. ഇത് 1,12,000 രൂപയാണ് മുടക്കിയിരിക്കുന്നത്. ഇത് സത്യമാണോ അല്ലയോ എന്ന് നിങ്ങൾ തന്നെ ഏതെങ്കിലും ഇത് ചെയ്യുന്ന ആളുകളുമായി ഒന്ന് തിരക്കി പരിശോധിക്കുക. നമ്മുടെ നാട്ടിൽ വികസനം നടക്കുമ്പോൾ അഴിമതി രഹിതമായിരിക്കണം. ഒരു പബ്ലിക് ഓഡിറ്റിംഗ് നമുക്ക് വേണം. ഇത്തരത്തിൽ നമ്മുടെ നികുതി പണം ആളുകൾ കൊള്ളയടിച്ചുകൊണ്ട് പോകാൻ പാടില്ല. ഇത് കോക്കാട് ജംഗ്ഷനിൽ കാണുന്ന ഒരു വെയിറ്റിംഗ് ഷെഡാണ്. ഇത്രയാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്. ഓട്ടോറിക്ഷ തൊഴിലാളികൾ പറഞ്ഞ ഒരുപാട് പേര് ഇതിനെ സംബന്ധിച്ച് പലവട്ടം പരാതിപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വീഡിയോ ചെയ്യുകയാണ്. എന്നെ കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. നമസ്കാരം. ചടയമംഗലം മണ്ഡലത്തിലെ ഒരു വെയിറ്റിംഗ് ഷെഡാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇത് മുല്ലക്കര രത്നാകരൻ വർഷങ്ങൾക്ക് മുൻപ് MLA ആയിരുന്നപ്പോൾ പണി കഴിപ്പിച്ചതാണ്. അവിടെ ചെന്നാൽ ഒരാൾക്ക് ഇരിക്കാം, അത്യാവശ്യം ക്ഷീണിച്ച് വരുന്ന ഒരാൾക്ക് കിടക്കാം. ഇനി അഥവാ 2 സ്മോൾ വിട്ടിട്ടൊരു മനുഷ്യൻ വന്നാലും പാവപ്പെട്ട മനുഷ്യൻ സന്തോഷത്തിന് വേണ്ടി ഒരു സ്മോൾ അടിച്ചിട്ട് വന്നാൽ ഒന്ന് കിടക്കുകയും ചെയ്യാം. ഇതാണ് വ്യത്യാസം. ഇവിടെ പത്തനാപുരത്ത് വലിയ വികസന തള്ളുകളാണ് പറയുന്നത്. വസ്തുത എന്താണെന്നൊന്ന് പരിശോധിക്കുന്നു, അത്രമാത്രം. അതുകൊണ്ട് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ തള്ളുകൾ കേട്ട് വോട്ട് ചെയ്യാതിരിക്കുക. മറ്റ് വിഷയങ്ങളൊക്കെ പോട്ടെ, അദ്ദേഹത്തിൻ്റെ മറ്റ് 5000 കണക്കിനുള്ള പ്രേമങ്ങളും അതൊക്കെ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാര്യം. ഓക്കെ.